ഇന്നത്തെ എൻ്റെ സിനിമാ ടിക്കറ്റ് ബുക്ക് ചെയ്യലിൽ 4 മണിക്ക് ഞാൻ കാണാൻ വെച്ചിരുന്ന പടം ധ്യാൻ ശ്രീനിവാസിൻ്റെ പടമായിരുന്നു. പക്ഷേ അത് കാണാൻ വേണ്ടി തിയേറ്ററിൽ ചെന്നപ്പോൾ ആ ഷോ ക്യാൻസലായി. എനിക്കൊരാൾക്ക് വേണ്ടിയിട്ട് അവർക്ക് സിനിമ ഓടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് ആ സമയത്ത് ഷോ ഉണ്ടായിരുന്ന മറ്റൊരു സിനിമയ്ക്ക് കയറി. അങ്ങനെയാണ് ചെക്ക്മേറ്റ് കണ്ടത്. ചെക്ക്മേറ്റ് ഞാൻ ഈ ആഴ്ച കാണാൻ വെച്ചിരുന്ന സിനിമ തന്നെയായിരുന്നു. അനൂപ് മേനോൻ, ലാൽ തുടങ്ങിയവരാണ് നമുക്ക് ചിരപരിചിതരായ മുഖങ്ങൾ സിനിമയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു പൂർണ്ണമായും അമേരിക്കയിൽ ചിത്രീകരിച്ചിട്ടുള്ളൊരു സിനിമയാണത്. രതീഷ് ശേഖർ സംവിധാനം ചെയ്തിട്ടുള്ള, അദ്ദേഹം തന്നെ തിരക്കഥയൊരുക്കി, അദ്ദേഹം തന്നെ ക്യാമറ വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള സിനിമയാണ്. അതെന്തുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽസ് ഞാൻ ഓർത്തിരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫറിനെ നല്ലോണം എടുത്തു പറഞ്ഞ് അഭിനന്ദിക്കണം എന്നെനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഈ സിനിമ, അതിൻ്റെ വിഷ്വൽസ്, അത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അങ്ങനെ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് സിനിമ തുടങ്ങുമ്പോൾ തന്നെയുള്ള കുറേ കട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൽ ഈ സംവിധായകൻ്റെ ഒരു ഇഷ്ടം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു നീണ്ട വിവരണം, ആ വിവരണത്തിന് വിഷ്വൽസ് കൊണ്ട് രസമുള്ള ഒരു കൊളാഷ് എന്നൊക്കെ പറയുന്ന രീതിയിൽ അത് അവതരിപ്പിക്കുക. അത് ഈ സംവിധായകൻ്റെ ഒരു ഫേവററ്റ് പാർട്ടാണെന്ന് തോന്നുന്നു. കാരണം സിനിമയിൽ ഒന്നിലധികം ഇടങ്ങളിൽ അത് പുള്ളി ആവർത്തിക്കുന്നുണ്ട്. അനൂപ് മേനോനോ അല്ലെങ്കിൽ നായികയോ ഒക്കെ വലിയൊരു കാര്യം പറഞ്ഞു തീർക്കുന്നു. ഈ പറഞ്ഞു തീർക്കുന്ന സമയത്ത് ഒരുപാട് സൗണ്ട് എഫക്ട്സും കട്ട്സും ഒക്കെ ആയിട്ട് വിഷ്വൽസ് ഇങ്ങനെ വന്നു പോകുന്നു. പേഴ്സണലി എഡിറ്റിംഗ് എനിക്ക് വളരെ താല്പര്യമുള്ളൊരു കാര്യമായതുകൊണ്ട് ഈ സിനിമയിൽ അതിൻ്റെ കുറേ സാധ്യതകൾ ഉപയോഗിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അതിലൊരു ഇഷ്ടം തോന്നി. അതുതന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്. വിഷ്വൽ സൈഡ് വളരെ രസമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അദ്ദേഹം ആസ് എ സിനിമാറ്റോഗ്രാഫർ ഇനി മലയാളത്തിൽ ഒരുപാട് സിനിമകൾക്ക് ക്യാമറ ചലിപ്പിക്കണം എന്നെനിക്ക് തോന്നി. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഈ വിദേശ ചിത്രങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ വിദേശത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമകൾ കാണുമ്പോൾ വിദേശികളായിട്ടുള്ള ആളുകളുടെ ഡയലോഗ് ഡെലിവറിയിലും പെർഫോമൻസിലും അവർ ആർട്ടിസ്റ്റുകളാണ്, അഭിനയിക്കുകയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അവരുടെ ഒരു പ്രൊനൗൺസിയേഷൻ, അവരുടെ ബോഡി മൂവ്മെൻറ്റിലൊക്കെ ആ ഒരു സംഭവം നിഴലിക്കും. പക്ഷേ ഈ സിനിമയിൽ എനിക്ക് അങ്ങനെ ഒരു സംഭവം ഫീൽ ചെയ്തിട്ടില്ല. അവർ മാത്രമല്ല, ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഒരുവിധം രസമായിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സ് പെർഫോം ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് പരിപാടിയുണ്ട്. അതായത് ഫസ്റ്റ് ഹാഫിൽ ഒരു കഥ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയാണ്, ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാതെ വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ അതിങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അതായത് ആദ്യം കാണിച്ച ഒരു കാര്യത്തിലേക്ക് വേറൊരു ആംഗിളിൽ വന്ന് ലാൻഡ് ചെയ്ത് പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് പോകുന്ന ആ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് എലമെൻറ്റ് നല്ലതായിട്ട് എനിക്ക് തോന്നി. എല്ലാമല്ല, കുറച്ച്. പിന്നെ ഇതിൽ ഫാർമ കമ്പനീസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് പോകുന്നുണ്ട്. അധികാരം, പണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തമ്മിൽ വരുന്നൊരു ഫൈറ്റ്, അല്ലെങ്കിൽ അതുള്ള ആൾക്കാർ തമ്മിലുള്ള കുറേ കാര്യങ്ങളൊക്കെ സിനിമയിൽ വരുന്നുണ്ട്. അതൊക്കെ ഒരു തരക്കേടില്ലാതെ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഇതിനകത്തൊരു നെഗറ്റീവ്, അല്ലെങ്കിൽ ഞാനിത് എല്ലാവരോടും ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി കാണൂ എന്ന് പറയാനുള്ള ഒരു തോന്നൽ എന്നിൽ ഉളവാക്കാത്ത കാര്യങ്ങളിൽ ഒന്നാമത്തത് ഒരു കൾച്ചറൽ ഡിഫറൻസ് ആണ്. അതായത് വിദേശ രാജ്യങ്ങളിൽ ചിത്രീകരിച്ചിട്ടുള്ള മലയാള സിനിമകളൊക്കെ നമ്മൾ കാണുമ്പോഴും അതിനകത്തൊരു നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഫാക്ടേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഈ സിനിമയിൽ നമ്മൾ കാണുന്ന കഥാപാത്രങ്ങളൊക്കെ വളരെ ചെറിയ പ്രായം തൊട്ട് അവിടെ വന്നു പെട്ടിട്ടുള്ള ആളുകൾ അമേരിക്കയിൽ, ന്യൂയോർക്കിലാണ്. അതിൻ്റെ ഒരു ഡാർക്ക് സൈഡും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ നമ്മൾ മലയാള സിനിമകളിൽ കണ്ട് ആവർത്തിച്ച് വന്നിട്ടുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്നാൽ ഒരു ഹോളിവുഡ് സിനിമയിൽ കാണിക്കുന്ന ആ ഒരു ആംഗിളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്രയും ഫീൽ ചെയ്തിട്ടില്ല. ഇതിന് രണ്ടിൻ്റെ ഒരു മീഡിയൻ ലെവലിലാണ് ഈ സിനിമ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഈ പറഞ്ഞ ഇതുവരെയുള്ള അങ്ങനെയുള്ള സിനിമകളൊക്കെ കണ്ട് ശീലിച്ചിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് അത്രയ്ക്ക് അങ്ങോട്ട് ജെല്ലാവാൻ പറ്റില്ല. രണ്ടാമത്തെ ഒരു കാര്യം, അതെനിക്കൊരു മെയിൻ പ്രശ്നമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ഫെമിലിയർ ആയിട്ടുള്ള മുഖങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമയിലെ വളരെ ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ 1-2 മുഖങ്ങൾ വരുന്നുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗുകൾ പറയുന്നുണ്ട്. പക്ഷേ ഇയാൾ എന്തിനായിരിക്കും അങ്ങനെ ഇരിക്കുന്നത്, അയാൾക്ക് എന്തിനായിരിക്കും ഇങ്ങനെ സങ്കടം ഉണ്ടാകുന്നത്, അപ്പോൾ അയാളായിരുന്നു ഇയാൾ. അതായത് ഈ മുഖങ്ങൾ തമ്മിൽ മാറിപ്പോകുന്നതാണ്. അത് സിനിമയുടെ അവസാന ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടി. എങ്കിൽ പോലും ഈ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു. ഇടയ്ക്ക് സ്റ്റോറിയുടെ കുറച്ച് കാര്യങ്ങൾ സ്കിപ്പായി പോകുന്ന പോലെ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്തു. ഫെമിലിയർ ആയിട്ടുള്ള, നമുക്ക് ഒരുപാട് കണ്ടുപരിചയമുള്ള മുഖങ്ങളായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കുറേ കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ആൻഡ് കഥാപരമായിട്ട് നോക്കുമ്പോഴും നല്ല കുറച്ച് ട്വിസ്റ്റുകളുണ്ട്. പക്ഷേ ട്വിസ്റ്റ് ഒരുപാടായിപ്പോയി എന്നെനിക്ക് തോന്നി. കുറേ ട്വിസ്റ്റുകളായി പോയിട്ട് ലാസ്റ്റ് ഒരു ട്വിസ്റ്റിലേക്ക് വന്നപ്പോൾ എല്ലാം കൂടി തവിടുപിടി എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു ഫീലാണ് ഉണ്ടായത്. വേണമെങ്കിൽ അത് ജസ്റ്റ് സെർവ്ഡ് എന്നൊക്കെയുള്ള രീതിയിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. എന്നെ സംബന്ധിച്ച് എന്നിലെ പ്രേക്ഷകന് കുറച്ചൊക്കെ ട്വിസ്റ്റിൻ്റെ എണ്ണം കുറയ്ക്കാമായിരുന്നു എന്നൊരു തോന്നലാണ് ഉണ്ടായത്. കാരണം അത് വന്ന് ഓരോ സീൻ വരുമ്പോഴും അപ്പോൾ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവും, ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവും, പിന്നെ പാസ്റ്റിൻ്റെ പാസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് കുറേ പോകുന്നത് പോലെയും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആകെ മൊത്തത്തിൽ എന്നെ സംബന്ധിച്ച് വിഷ്വലി അവർ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അത്യാവശ്യം രസകരമായിട്ട് അനുഭവപ്പെട്ടു, അല്ലെങ്കിൽ ഒരു പുതുമ എനിക്ക് ഫീൽ ചെയ്തു. ടെക്നിക്കലി നല്ലൊരു അനുഭവം. ആൻഡ് ഈ സംവിധായകൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിലെ സിനിമാറ്റോഗ്രാഫർ, അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു എഡിറ്റർ ഉണ്ട് എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. കാര്യം ആ ഷോട്ടുകൾ അങ്ങനെ എടുത്ത് വെക്കണമെങ്കിൽ
അത് നമ്മളിങ്ങനെ ഉപയോഗിക്കാനാണെന്ന് പറയുന്ന ഒരു സെൻസ് ഉള്ളിലുള്ളതുകൊണ്ടാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിലെ ടെക്നീഷ്യൻ ഇനിയും ഗംഭീര സിനിമകളായിട്ട് മുന്നോട്ട് വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഒരു തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്, നിങ്ങൾ നിർബന്ധമായിട്ട് പോയി കാണണം എന്ന് നിർബന്ധിക്കാനുള്ളൊരു ഫീൽ എനിക്ക് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഒരു പ്രോത്സാഹിപ്പിക്കബിൾ അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ പരിഗണിക്കാവുന്ന സിനിമയായിട്ടാണ് ചെക്ക്മേറ്റ് എനിക്ക് അനുഭവപ്പെട്ടത്. പക്ഷേ അത് എന്നിലെ പ്രേക്ഷകൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ മറിച്ചായിരിക്കാം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.